എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ സെക്കൻഡ് ലെസണിലേക്ക്. In the last class we discussed in detail what is electromagnetic induction and the Faraday's law of electromagnetic induction and the Lenz's law. Induced EMF നുള്ള equation EMF is equal to d phi by dt, അല്ലെങ്കിൽ rate of change of magnetic flux. അതാണ് Faraday's law. ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനോടൊപ്പം ഇൻഡ്യൂസ്ഡ് കറണ്ട് എത്രയാണ്, ഇൻഡ്യൂസ്ഡ് ചാർജ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ചെറിയ ഒരു എക്സസൈസോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുക. സോ ലെറ്റ്സ് സീ ഹൗ മച്ച് ഇസ് ദി ഇൻഡ്യൂസ്ഡ് ചാർജ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഫോർ ദാറ്റ് നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒരു കോയിൽ അസ്യൂം ചെയ്യാം. പ്രോബബ്ലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റർ. കോയിലിന്റെയും എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്നതിന്റെയും കൂടി ടോട്ടലി ആ ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് R ആണ് എന്ന് കരുതുക. ഈ കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് φ1 നിന്ന് φ2 ഓവർ എ ടൈം ഇന്റർവൽ t ചേഞ്ച് ചെയ്യും. Whenever there is a change in magnetic flux, an EMF will be resulted, and by Faraday's law, that induced EMF will be d phi by dt. In our case, d phi can be written as φ2 minus φ1. And dt, the time interval, is t. ഇവിടെ അവർക്ക് ഫാരഡേസ് ലോയിൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇല്ലാതെയാണ് എഴുതുക. ആ നെഗറ്റീവ് സൈൻ ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് കണ്ടാൽ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കാൻ മാത്രമേ പ്രയോജനപ്പെടൂ. അതല്ലെങ്കിൽ EMFന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും അതിന്റെ നെഗറ്റീവ് സൈൻ ഇല്ലാത്ത d phi by dt മാത്രം പരിഗണിച്ചാൽ മതി. ലെൻസസ് ലോ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നെഗറ്റീവ് സൈൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. So EMF E is equal to φ2 minus φ1 divided by t. Now EMF അറിയാമെങ്കിൽ അഥവാ വോൾട്ടേജ് അറിയാമെങ്കിൽ you know the current. കാരണം സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ആരാണ്. Now current in the circuit is E by R, voltage divided by resistance. So that becomes 1 by R into d phi by dt. അല്ലെങ്കിൽ മുകളിൽ എഴുതി ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് പറയാം 1 by R into φ2 minus φ1 divided by t. Once you know the current, you can find the charge. Because current is charged by time. തിരിച്ചു പറഞ്ഞാൽ charge is equal to current into time. So തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷന്റെ ബാക്കിയായിട്ട് അത് എഴുതുക. So I into t now becomes 1 by R into φ2 minus φ1 divided by t into t. അപ്പോൾ t യും t യും ക്യാൻസൽ ചെയ്ത് പോകും. And you get the induced charge that flowed in the circuit is equal to φ2 minus φ1 divided by R. What does it mean? φ2 minus φ1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്. R is the resistance. So induced charge in the circuit is equal to change in magnetic flux divided by the resistance of the circuit. Now total change ന് മാത്രമേ induced charge depend ചെയ്യുന്നുള്ളൂ. Net change in flux divided by resistance. It does not depend on the rate of change. That means how fast or how slow the flux changed. That does not affect the charge induced in the circuit. അത് അഫക്ട് ചെയ്യുന്നത് EMFനെയാണ് എന്നോർക്കുക. അപ്പൊ ഇൻഡ്യൂസ് ചെയ്ത നെറ്റ് ചാർജ് എന്ന് പറയുന്നത്, സർക്യൂട്ടിൽ ഒഴുകിയ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Now you don't need to remember all this as anything new or as a new derivation. You just need to remember Faraday's law. EMF is equal to d phi by dt. Once you know EMF, current is EMF divided by resistance. Once you know current, charge is current into time. അപ്പോൾ ഫാരഡേസ് ലോയിൽ നിന്ന് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യം പോലെ എഴുതാനായിട്ട് കഴിയും. Now we need to do certain numerical problems. ഈ numerical problems ഫെമിലിയറൈസ് ചെയ്യുന്നതിന് മുമ്പ് ചില നൊട്ടേഷൻസ് കൃത്യമായിട്ട് പരിചയപ്പെടണം. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫീൽഡ് പിക്ടോറിയലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നത് നോക്കാം. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ടുവേർഡ്സ് യുവർ റൈറ്റ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നേരെ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഈക്വൽ സ്പേസിംഗിൽ ലൈൻ വരയ്ക്കണം എന്ന് മാത്രമേ. But there will be situations in which the direction of the field will be into the screen or out of the screen. നമ്മുടെ സ്ക്രീനിന് അല്ലെ നിങ്ങളുടെ പേപ്പറിന്, നിങ്ങൾ എഴുതുന്ന പേപ്പറിന്റെ പ്ലെയിനിന്
പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? Representation of fields perpendicular to the plane of the paper or plane of the board. ഇതിനുള്ള മാർഗമാണ് ഒന്നിത് ബി ഇൻ ടു ദി പേപ്പർ, പേപ്പറിനുള്ളിലേക്ക്, അതല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞ സ്ക്രീനിനുള്ളിലേക്ക് സ്ക്രീനിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡു മാർക്സ് വഴി. വേണമെങ്കിൽ ഓരോ ഇൻഡു മാർക്കിനും ഓരോ സർക്കിള് വരയ്ക്കാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ബി into the plane of the paper and perpendicular to it. ഇതിന്റെ ലോജിക് എന്താന്ന് ചോദിച്ചാൽ, and this one be out of the plane of the paper and perpendicular to the plane എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന ഫീൽഡ് ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ നിന്ന് മുന്നോട്ട് അകന്നു പോകുന്ന ഫീൽഡ് ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ റെപ്രസെന്റേഷന്റെ ഒരു ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ചിത്രകഥകളിലൊക്കെ ഇതുപോലെയുള്ള ആരോ കണ്ടിട്ടുണ്ടാവും, വിത്ത് ടെയിൽ. ഈ ആരോ നിങ്ങളിൽ നിന്ന് അകന്നു പോവാണ്, പേപ്പറിനുള്ളിലേക്ക് പോവാന്ന് വിചാരിക്കുക. നിങ്ങളിൽ നിന്ന് പേപ്പറിനുള്ളിലേക്ക് പോകുന്ന ആരോ നോക്കിയാൽ പുറകിൽ നിന്ന് കാണുന്ന അതിന്റെ ടെയിലാണ്. അതിന്റെ ടെയിലിന്റെ ക്രോസ് മാർക്കേ കാണാൻ പറ്റും. അതാണ് അതിന്റെ ലോജിക്ക്. ഫീൽഡ് ഇൻ ടു ദി പേപ്പർ. നേരെ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നവരാരോ ആണെങ്കിലോ ആ ആരോയുടെ ടിപ്പ് നമുക്ക് കാണാം, പുറകില് ടെയിലുണ്ടെന്ന് അറിയാവുന്നേ ഉള്ളൂ. അതാണിത്. ഇങ്ങനെയാണ് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ, ഔട്ട് ഓഫ് ദി പേപ്പർ ഓർ ഇൻ ടു ദി പേപ്പർ റെപ്രസെന്റ് ചെയ്യുന്നുള്ള മാർഗം ഇതാണ്. നൗ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിൽ, കറന്റ് ക്യാരിയിങ് കോയിൽ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിന് സിമിലർ ആണ്. പിന്നെ കോയിൽ ക്യാരീസ് എ കറന്റ്, ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് നോർത്ത് സൗത്ത് പൊളാരിറ്റി ഉണ്ട്. സോ നോർത്ത് സൗത്ത് പൊളാരിറ്റി ഓഫ് എ കറന്റ് ക്യാരിയിങ് കോയിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? ഞാനിവിടെ ഒരു കോയില്, സപ്പോസ് യു ഹാവ് എ സർക്കുലർ കോയിൽ. സർക്കുലർ വേണം നിർബന്ധമില്ല കേട്ടോ, ഒരു എനി പ്ലാനർ കോയിൽ, റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ അങ്ങനെയാവാം. നിങ്ങൾ ഈ കോയിലിന് ഞാൻ വരച്ചത് സർക്കുലർ ആണെന്നേ ഉള്ളൂ. നമ്മൾ ഈ കോയിൽ എടുത്തിട്ട് കോയിലിന്റെ ഫേസിലേക്ക്, അപ്പൊ ഞാൻ ഇത് എൻ്റെ ഇരിക്കുന്ന ഒരു കോയിലാണ്, ഞാൻ ആ കോയിലിന്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കറന്റ് ക്ലോക്ക് വൈസ് ആണ് എന്ന് കരുതുക. അതായത് നിങ്ങൾ നോക്കുമ്പോൾ കോയിലിന്റെ ഒരു ഫേസിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ യു സീ ദാറ്റ് ദ കറന്റ് ഈസ് ഗോയിങ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഫേസ്, നിങ്ങൾ കാണുന്ന ആ ഫേസ് ആ കോയിലിന്റെ അഥവാ കോയിലാകുന്ന മാഗ്നറ്റിന്റെ സൗത്ത് പോളായിരിക്കും. ഞാൻ എസ് ആരോ മാർക്കോട് കൂടി എഴുതി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ കറന്റിന്റെ ഡയറക്ഷനിലാണ് എസ് വളഞ്ഞു നിൽക്കുന്നത്. സോ ഇഫ് ദ കറന്റ് looking into one face of a coil, if the current is in the clockwise direction, that face of the coil becomes a south pole. Of course, അകന്നിരിക്കുന്നത് നോർത്ത് പോളാണ്. നേരെ തിരിച്ചൊരു സാധ്യതയുണ്ടല്ലോ. You are looking into one face of a coil and you see that the current is anti-clockwise like this. And this face will be a north pole. So, നമ്മളൊരു കോയിലിന്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ if you see that the current is going in the anti-clockwise direction, that face of the coil becomes a north pole. ഇതേ കാര്യമാണ് അടുത്ത ഡിസ്കഷനിൽ വരുന്നത്. Let's go to the next slide. Direction of B for a planar current loop and a straight current carrying conductor. ഒരു പ്ലെയിനിലുള്ള ഒരു ലൂപ്പ്, സർക്കുലർ ആവാം അല്ലെങ്കിൽ റെക്ടാംഗുലർ ആവാം, എനി ഷേപ്പ് ആവാം. ഒരു ലൂപ്പ്, കറന്റ് ലൂപ്പ് ഉണ്ടെങ്കിൽ ആ കറന്റ് ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സർക്കുലർ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രീവിയസ് ചാപ്റ്ററിൽ, അല്ലെങ്കിൽ പഠിക്കും. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് എന്നൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഹിയർ ഐ ഹാവ് എ സർക്കുലർ ലൂപ്പ്. അതിലെ കറന്റിന്റെ ഡയറക്ഷൻ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. കോയിലിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ദ കറന്റ് അപ്പിയേഴ്സ് ടു ബി ആന്റി ക്ലോക്ക് വൈസ്. ഈ കോയിലല്ല, ലൂപ്പിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് കിട്ടാനായിട്ട് വേറെ ഒന്നും അറിയേണ്ടതില്ല, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്ത് നമ്മൾ പിടിച്ചാൽ, ഇതിന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നതാണ് കറന്റിന്റെ ഡയറക്ഷൻ എന്ന് കരുതുക. The thumb will give the direction of the magnetic field. When you grip something in your right hand, you grip it like this. And the curled fingers, if it represent the direction of the current, thumb will indicate the direction of the magnetic field. I U B U ഈ ഫിഗറിൽ കാണാം.
അടുത്ത പോസിബിലിറ്റി നോക്കാം. ഇവിടെ നമ്മൾ ഈ ലൂപ്പിലേക്ക് നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട്. ഇവിടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനിൽ ഞാൻ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് പിടിക്കുന്നതിന് ഇങ്ങനെ പിടിക്കണം. ഞാൻ അതിൽ നോക്കിയിട്ട് സ്ക്രീനിൽ നോക്കിയിട്ട് പറയാം. എന്റെ തമ്പ് താഴേക്കാണ് നിൽക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്സ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ സ്ക്രീനിൽ നോക്കിയിട്ടൊന്ന് കൈ പിടിച്ച് നോക്കണം. ഇങ്ങനെ പിടിക്കുമ്പോഴാണ് കറന്റ് ഡയറക്ഷനിൽ ഈ ഫിംഗേഴ്സിനെ കേൾ ചെയ്യാൻ പറ്റുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് താഴേക്ക്. ആദ്യത്തേതിൽ നേരെ തിരിച്ചു. ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞ ഡിസ്കഷനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുകൾ ഭാഗം നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളുമായിട്ട് ആക്ട് ചെയ്യും. ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്ത് പോളായിട്ടും ഇവിടെ സൗത്ത് പോളായിട്ടും ആക്ട് ചെയ്യും. നേരെ ഇപ്പൊ ഇത് ഏതിനാ പറഞ്ഞത്? ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു പ്ലാനർ ലൂപ്പിനാ പറഞ്ഞത് കറന്റ്. നേരെ ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ സ്ട്രെയിറ്റ്. ഇതും അതെ, ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്ക് വേണമെന്നേ ഉള്ളൂ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആ സർക്കുലർ ഷേപ്പിൽ വരുന്നത്. ഇഫ് ദ കറന്റ് ഈസ് ലൈക്ക് ദിസ്, magnetic field will be around like this, close to. If the current is downwards, magnetic field will be like this. തൊട്ടു മുമ്പ് വരച്ച പടം ഇതിന് തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഐയും ബിയും ഇന്റർചേഞ്ച് ചെയ്യാം എന്ന അർത്ഥം. അതിന്റെ അർത്ഥം ഇഫ് ദിസ് റെപ്രസെന്റ്സ് കറന്റ്, ദിസ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. നേരെ തിരിച്ച് ഇതാണ് കറന്റിന്റെ ഡയറക്ഷൻ എങ്കിൽ അതിനെ ചുറ്റി ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് കറങ്ങി വരുന്ന റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ കൊണ്ട് പറയാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നേരെ തിരിച്ച് കേൾഡ് ഫിംഗേഴ്സ് കറന്റിനെ റെപ്രസെന്റ് ചെയ്താൽ തമ്പും മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും. സ്ട്രെയിറ്റ് കണ്ടക്ടറിനെയും ലൂപ്പിനെയും നമുക്ക് ഒരേ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. തമ്പ് കറന്റ് ആണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് ഫീൽഡ് ആണ്. കേൾഡ് ഫിംഗേഴ്സ് കറന്റ് ഡയറക്ഷൻ ആണെങ്കിൽ തമ്പ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. Now with this introduction, we are in a position to do few numerical problems. രണ്ടോ മൂന്നോ പ്രോബ്ലംസ് ഈ ക്ലാസ്സിൽ ചെയ്യണം എന്ന് കരുതുന്നു. First one, this one is solved, worked out example in your NCERT textbook 6.2 ആയിട്ട് വരുന്നതാണ്. ഈ ചാപ്റ്ററിൽ നമ്മളുടെ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ അതിനെ 6.1 എന്ന് വിളിക്കുന്നു. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. A square loop of side 10 cm and resistance 0.5 ohm is placed vertically in the east-west plane. A square loop of side 10 cm, resistance 0.5 ohm is placed vertically in the east-west plane. Vertical എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതും വെർട്ടിക്കലാണ്, ഇതും വെർട്ടിക്കലാണ്. പക്ഷെ വെർട്ടിക്കലി അത് ഇരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഞാൻ ഇരിക്കുന്ന എന്റെ ഈ റൂമിൽ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് അർത്ഥം. കോയിലിന്റെ പ്ലെയിൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ. A uniform magnetic field of 0.1 Tesla is set up across the plane in the northeast direction. The magnetic field is decreased to 0 in 0.7 seconds. Magnetic field 0.1 Tesla ഉണ്ടായിരുന്നു. ഏത് ഡയറക്ഷനിൽ? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ. 0.7 സെക്കൻഡ് കൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് സീറോയിലേക്ക് എത്തിച്ചു. So there is a variation in field. Definitely there will be a variation in flux. അങ്ങനെയാണെങ്കിൽ determine the magnitude of the induced EMF and current during this time interval. Whenever the flux linked with a coil changes, an EMF will be induced, and also if the circuit is closed, a current will flow. നമുക്ക് ഈ ചോദ്യം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻസ് ഇവിടെ സ്ലൈഡിൽ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആണ് ഈ വരച്ചിരിക്കുന്നത്. കോയിലിന്റെ പ്ലെയിൻ അത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിരുന്നു. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഇതാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ ആ കോയിലിന്റെ ഏരിയ വെക്ടർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പൊ ഏരിയ വെക്ടർ ഇങ്ങനെയായിരിക്കും. ഏരിയ വെക്ടർ നോർത്തിലേക്ക് സൗത്തിലേക്കും വരയ്ക്കാം. ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ, മുകളിൽ നിന്ന് നോക്കുന്നു എന്ന് വിചാരിക്കുക. നോർത്ത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഔട്ട്വേർഡ് ഡ്രോൺ നോർമൽ വരച്ചു. അത് നോർത്തിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എങ്ങോട്ടാണ്? ഇതാണല്ലോ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. എക്സാക്ട്ലി ബിറ്റ്വീൻ നോർത്ത് ആൻഡ് ഈസ്റ്റ്. ഇനി കോയിലിന്റെ ഏരിയ, ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ഏരിയ വേണം. 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആണ്. സോ ഏരിയ ഈസ് 10 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് 100. 10 സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 10 × 10⁻².
ഇതിനെ മീറ്റർ ആക്കണം 10 into 10 raised to minus 2. So it will be 100 into 10 raised to minus 1 meter square per 10 raised to minus 2 meter square. And you are given magnetic field. രണ്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ആദ്യത്തെ സിറ്റുവേഷനിൽ B1 എന്ന് വിളിച്ചു 0.1 Tesla. Theta is the angle between magnetic field and area vector, and that is 45 degree. Resistance of the coil 0.5 ohm. The time in which flux change occurs 0.7 seconds. I call it dt. The initial flux എത്രയാണ്? phi1. Flux planar loopum steady field ആണെങ്കിൽ BA cos theta ആണ്. നമ്മളിവിടെ B1 A cos theta. B1 എത്രയാണ്? 0.1. A എത്രയാണ്? 10 raised to minus 2. Cos theta is cos 45, that is 1 by root 2. So you get it as 0.7 into 10 raised to minus 3 Weber. Weber is the unit of magnetic flux, right? Now what is phi 2? Flux after 0.7 second. That will be definitely 0 because field decreases to 0. When field is 0, flux is also 0. What is flux change? d phi. Modulus എടുത്തത് EMF കണ്ടുപിടിക്കാൻ നമുക്ക് അതിന്റെ സൈൻ ആവശ്യമില്ല. ചേഞ്ച് ഇൻ ഫ്ലക്സ് phi2 minus phi1 ന്റെ മോഡുലസ്, that will be 0.7 minus 0, 0.7 into 10 raised to minus 3 Weber. ഇതാണ് change in flux. Now once you have the change in flux, EMF is equal to d phi by dt, change in flux divided by time. That comes as 1 into 10 raised to minus 3 volt or 1 millivolt. What is the current? Current is voltage divided by resistance. 1 into 10 raised to minus 3, coil resistance 0.5. So 2 into 10 raised to minus 3. അപ്പോൾ ഇവിടെ 2 milliampere എന്ന് നമുക്ക് ആൻസർ ഉണ്ട്. ഇവിടെ ഫ്ലക്സ് ചേഞ്ചിന് കാരണമായത് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്തു വന്നു. ഒരു മാക്സിമം വാല്യൂവിൽ നിന്ന് 0.1 ടെസ്ലയിൽ നിന്ന് 0യിലേക്ക് ഡിക്രീസ് ചെയ്തു. We got the EMF and also the current. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത തിയറിയുടെ ഒരു മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? Question number 2, and this is again worked out example 6.3 in your text. A circular coil of radius 10 centimeter, circular ആണ്, radius 10 centimeter, 500 turns and resistance 2 ohm is placed with its plane perpendicular to the horizontal component of the Earth's magnetic field. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ കോയിൽ വെച്ചു. And the coil is rotated about its vertical diameter through 180 degree in 0.25 second. Estimate the magnitudes of the EMF and current induced in the coil. Horizontal component of the Earth's magnetic field at the place is 3 into 10 raised to minus 5 Tesla. തൊട്ടു മുമ്പ് ചെയ്ത പ്രോബ്ലവുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഫ്ലക്സ് ചേഞ്ചിന്റെ കാരണം ഫീൽഡിന്റെ വാല്യൂ കൂടുകയോ കുറയോ ചെയ്യുന്നതല്ല, പകരം കോയിലിന്റെ അലൈൻമെന്റ് അഥവാ ഓറിയന്റേഷൻ മാറുന്നതാണ്. കോയിൽ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ഫ്ലക്സ് മാറും. ഞാൻ ഈ വരച്ചിരിക്കുന്ന സർക്കുലർ കോയിലാണ്. ഇതിന്റെ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുക, അത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് പറഞ്ഞു. ഇതാണ് കോയിലിന്റെ പ്ലെയിൻ എങ്കിൽ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, എ നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാന്ന് പറഞ്ഞേ? കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആന്ന് പറഞ്ഞു. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടറിന് പാരലൽ ആണ്, റൈറ്റ്? അപ്പൊ ഇതാണ് അതിന്റെ അലൈൻമെന്റ്. റേഡിയസ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ഓർ 0.1 മീറ്റർ. നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സർക്കുലർ കോയിൽ ആയതുകൊണ്ട് πr², യു ഗെറ്റ് ഇറ്റ് 0.0314 മീറ്റർ സ്ക്വയർ ഏരിയ കിട്ടി. Number of turns 500, resistance of the coil 2 ohm, and the magnetic field applicable here is the horizontal component of the Earth's field 3 into 10 raised to minus 5 Tesla. So flux linked with one turn is B into A cos theta. As you have n number of turns, flux linked with the whole number of turns is B A cos theta into n. What are the value? And cos theta ഇങ്ങോട്ട് മാറ്റിയേ ഉള്ളൂ. n B A cos theta ക്ക് പകരം cos 0 degree, because initially angle between B and A is 0, as you see. So that becomes cos 0 is 1, n into B into A. n ഉം B യും A യും substitute ചെയ്താൽ 4.71 into 10 raised to minus 4 Weber. Now ഈ കോയിലിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, കോയിൽ ഈ വെർട്ടിക്കൽ ഡയമീറ്ററിൽ ഇരുന്ന് തിരിഞ്ഞു.
വെർട്ടിക്കൽ ഡയമീറ്ററിൽ അത് തിരിയുമ്പോൾ സംഭവിക്കുക ഏരിയ വെക്ടർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി, ഇടത്തേക്കായി. അപ്പൊ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷൻ 180 ഡിഗ്രി ആയി. സോ φ2 is NBA cos, now coil 180 degree തിരിഞ്ഞു, cos 180 degree. Cos 180 is -1. So the flux in the second case is this. What you need to get is the change in flux, magnitude of the change in flux. d phi, φ2 minus φ1. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മതി. And that is 9.42 into 10 raised to minus 4 Weber. If you divide this by time, you will get EMF dt. Time interval in which this change occurs, in this the rotation occurs, is 0.25 seconds. So E is equal to d phi by dt, and substitute the values and you get it as 3.768 into 10 raised to minus 3 volt. What is the current? As we did earlier, divide by the resistance, which is 2 ohms, 1.884 into 10 raised to minus 3 volt. Let's move to the next one. One more example. In examples worked out then edukan karanam. These are important problems which will give you a very good understanding. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നോട്ട് എഴുതാനായിട്ട് പ്രത്യേകം ഓർക്കുക. Figure shows planar loops of different shapes. Figure അടുത്ത സ്ലൈഡിൽ കാണിക്കാം. Figure shows planar loops of different shapes moving out or into a region of a magnetic field. Determine the direction of induced current in each loop using Lenz's law. Figure കാണുമ്പോൾ മനസ്സിലാവും. This is the situation. Magnetic field exist ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഈ ചെറിയ സർക്കിളിനകത്ത് ഇൻറ്റു മാർക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇൻറ്റു മാർക്ക് കണ്ടാൽ എ ഫീൽഡ് ഗോയിങ് ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ, പേപ്പറിനുള്ളിലേക്ക് പോകുന്ന ഫീൽഡാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് അതിനുള്ളിലേക്ക് പോകുന്ന ഫീൽഡാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. 3 ലൂപ്പുകൾ കാണിച്ചിട്ടുണ്ട്. ഒരു ABCD റെക്ടാങ്കുലർ ലൂപ്പ്, അത് ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഈ ട്രയാങ്കുലർ ലൂപ്പ് ഫീൽഡ് ഉള്ള റീജിയനിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. സെക്കൻഡ് കേസ് 2. തേർഡ് കേസിൽ ഒരു റെഗുലർ ഷേപ്പ് ഉള്ള ഒരു പ്ലാനാർ ലൂപ്പ്, അത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. നൗ ഈ കോയില് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലൂപ്പ് മൂവ് ചെയ്യുമ്പോൾ ലൂപ്പ് കാണുന്ന ഫ്ലക്സിന് മാറ്റം ഉണ്ടാവും. whenever there is change in flux, an EMF will be induced. And Lenz's law says induced current will try to oppose the change in flux. ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ കാരണം എന്താണോ അതിനെ ഇല്ലാതാക്കാനാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ശ്രമിക്കുക. അതാണ് ലെൻസസ് ലോ. ആ ഒരൊറ്റ ലോജിക്ക് വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ഇതിലേക്ക് വരാം. ഞാനത് ഒന്നാമത്തെ മാത്രമുള്ള സ്ലൈഡിലേക്ക് നമുക്ക് പോകാം, ബാക്കിയുള്ളത് തൽക്കാലം വേണ്ട. സോ ദിസ് ഇസ് ദി സിറ്റുവേഷൻ. യുവർ റെക്ടാങ്കുലർ ലൂപ്പ് ഇസ് മൂവിങ് ഇൻ സ്ലൈറ്റ്ലി ഡൗൺവേർഡ്സ് ആൻഡ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഉള്ള റീജിയനിലേക്കാണ്. ഇവിടെ ഫീൽഡ് ഇല്ലാത്ത റീജിയനിൽ നിന്ന് ഫീൽഡ് ഉള്ള റീജിയനിലേക്കാണ് ഈ ലൂപ്പ് മൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്? ഈ ലൂപ്പ് കാണുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ ഇങ്ങനെ കറണ്ട് ഒഴുകാം, അല്ലെ ഇങ്ങനെ ഒഴുകാം. കറണ്ട് ഒഴുകുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യണം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റിംഗ് ഫീൽഡ് അങ്ങോട്ടാണ്, ഇൻ ടു ദി ബോർഡാണ്. അതാണ് കൂടുന്നത്, ഫ്ലക്സ് കൂടുക. ഇൻ ടു ദ ബോർഡാണ് എക്സിസ്റ്റിംഗ് ഫീൽഡ്. അപ്പൊ ഈ ഫ്ലക്സ് കൂടുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്ന ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബി ഉണ്ടാക്കും. എവിടെ കറണ്ട് ഉണ്ടോ അവിടെ ബി ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ദാറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ ബി വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദിസ് എക്സിസ്റ്റിംഗ് ബി. മനസ്സിലായി? ബോർഡിന് പുറത്തേക്ക് ബി ഇൻഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ മൈ ഫിംഗേഴ്സ്, റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഷുഡ് ബി ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് the coil, the current should be in the direction A, B, C, D, A. നമുക്ക് അടുത്തതിലേക്ക് പോവാം. A, B, C, D, A. പിന്നെ ഒന്നാമത്തെ കളഞ്ഞു, നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ മാത്രം. ഇവിടെ ഒരു ട്രയാങ്കുലർ ലൂപ്പ്. ഈ ട്രയാങ്കുലർ ലൂപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കി, ഇറ്റ് ഈസ് മൂവിങ് ഇൻ ടു എ റീജിയൻ വേർ ദർ ഈസ് നോ ഫീൽഡ്. ഫീൽഡ് ഉള്ളിടത്തുനിന്ന് ഫീൽഡ് ഇല്ലാത്തടത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കോയിൽ കാണുന്ന, ഈ ലൂപ്പ് കാണുന്ന ഫ്ലക്സ് കുറയുകയാണ്, ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഫ്ലക്സ് കുറയാകുമ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്
ഇപ്പോൾ ഉള്ള ഫീൽഡിന്റെ ഡയറക്ഷനിൽ അതിനെ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത്. ലെൻസസ് ലോ പറയുന്നത് ഒപ്പോസ് ചെയ്യണം എന്നാണല്ലോ. ഇവിടെ ഫ്ലക്സ് ചേഞ്ച് എന്താണ്? ഫ്ലക്സ് കുറയുക. ഫ്ലക്സ് കുറയാതിരിക്കണം. ഫ്ലക്സ് കുറയാതിരിക്കണമെങ്കിൽ നിലവിൽ എങ്ങോട്ട് ബി ഉണ്ടോ ആ ഡയറക്ഷനിൽ തന്നെ വേണം ഇതെന്ത് ഇൻഡ്യൂസ് ചെയ്യാൻ? ബി ഇൻഡ്യൂസ് ചെയ്യാൻ. ആ ഡയറക്ഷനിൽ ബി കിട്ടണമെങ്കിൽ കോയിലിലെ കറണ്ട് എങ്ങനെയായിരിക്കണം? കോയിലിനുള്ളിലേക്ക് എന്റെ തമ്പ് നിൽക്കണമെങ്കിൽ എന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞാൽ എ സി ബി എ എന്ന ഡയറക്ഷനിലെ കറണ്ട് ഫ്ലോ ചെയ്താൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ബി which is into the plane of the web. മനസ്സിലായി എന്ന് കരുതുന്നു. മൂന്നാമത്തെ സിറ്റുവേഷൻ ഞാൻ നിങ്ങളുടെ ഡിസ്കഷന് വേണ്ടിയിട്ട് വിടുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഫ്ലക്സ് കുറയാണ്, കാരണം ഈ കോയിൽ മൂവ് ചെയ്യുന്ന, ലൂപ്പ് മൂവ് ചെയ്യുന്ന ഫ്ലക്സ് ഫീൽഡ് ഇല്ലാത്ത റീജിയനിലേക്കാണ്. മുമ്പ് പറഞ്ഞ അതേ ലോജിക്ക്, ഫീൽഡ് ഇല്ലാത്ത റീജിയനിലേക്ക് ഇത് മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കുറഞ്ഞു പോകും. ഫ്ലക്സ് കുറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഈ കോയിൽ ഉണ്ടാക്കുന്ന ബി ഈ ബിയുടെ അതേ നിലവിലുള്ള ബിയുടെ അതേ ഡയറക്ഷനിലായിരിക്കണം. അതിന് കറണ്ട് എങ്ങോട്ടാണ് എന്ന് നോക്കാം. അതിന് തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള് യൂസ് ചെയ്യണം. ഞാൻ മൂന്നിന്റെയും ഉത്തരങ്ങൾ സ്ക്രീനിൽ ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. സ്വയമേ റൈറ്റ് ഹാൻഡ് ഗ്രൂപ്പ് റൂള് അപ്ലൈ ചെയ്തുകൊണ്ട് ലെൻസസ് ലോ ആർഗ്യൂ ചെയ്തുകൊണ്ട് അതിന്റെ ഉത്തരങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടാനായിട്ടുള്ള ശ്രമം എല്ലാവരും നടത്തണം. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഇന്ന് പ്രധാനമായിട്ടും ഇൻഡ്യൂസ്ഡ് കറണ്ടും ചാർജും കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിന് വേറെ ഒന്നും അറിയേണ്ടതില്ല. ഫാരഡേസ് ലോയിൽ നിന്ന് EMF കണ്ടുപിടിക്കാം. EMF കിട്ടിക്കഴിഞ്ഞാൽ കോയിലിന്റെ ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറണ്ട് കിട്ടും. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് കിട്ടാനായിട്ട് കറണ്ട് ഇൻടു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കിട്ടും. പിന്നെ നമ്മൾ രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് EMF വോൾട്ടേജും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി. ലെൻസസ് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ന്യൂമറിക്കൽ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. എല്ലാവർക്കും ഇന്നത്തെ കൺസെപ്റ്റ് വൈസ് വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും മാത്രമാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാന ടാസ്ക്. നിങ്ങളത് മനസ്സിലാക്കി എടുക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.